വെൽക്കം ടു ഫ്യൂഷൻ തലശ്ശേരി. സുഖമല്ലേ എല്ലാവർക്കും? അങ്ങനെ ഇന്നത്തെ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒരുപാട് നല്ല നല്ല മെസ്സേജുകൾ വരാൻ തുടങ്ങി. അൽഹംദുലില്ലാ, നല്ല വ്ളോഗ് ചെയ്യണമെന്നാണ് കൂടുതൽ ഫ്രണ്ട്സും മറ്റുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് എനിക്കും അത്തരം വ്ളോഗുകളോടാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒന്ന് റൂമുകളൊക്കെ ഒന്ന് ചെന്ന് നോക്കുക, എല്ലാവരെയും വിശേഷം ഒന്ന് ചോദിക്കുക, ആരൊക്കെ എഴുന്നേറ്റ് നോക്കുക. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എങ്ങനെയാണ് ഈ ലൈറ്റ് കളറ് ബെഡ്ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് ആണ്. അപ്പോൾ ഇടയ്ക്ക് ക്രീം കളറും പിന്നെ ഗ്രേയും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് കുറേ കുഞ്ഞു പെൺകുട്ടികളുണ്ട്, റിലേറ്റീവ്സ്. അപ്പോൾ അവരൊക്കെ താമസിക്കാൻ വരുമ്പോൾ ബേബി പിങ്ക് മാതിരിയുള്ളത് കുട്ടികളുടെ റൂമിൽ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലാതെ കൂടുതലും വൈറ്റാണ്. വൈറ്റ് വിരിക്കുമ്പോൾ വീട്ടിന് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും, ഭയങ്കര ഒരു റിച്ച്നെസ് തോന്നും, ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡായിരിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ഇത്രയും നീറ്റാക്കി ഇത്രയും നല്ല വിരിപ്പൊക്കെ വിരിക്കുന്നതെന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അതും യൂട്യൂബ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഗസ്റ്റ് ഉണ്ട്, എപ്പോഴും ഗസ്റ്റാണ്, 24 hours ഗസ്റ്റാണ്. ഗസ്റ്റ് നമ്മളെ വീട്ടിലെ ഗസ്റ്റ് നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുക, ഏറ്റവും നീറ്റായിട്ട് അത് യൂസ് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ തന്നെ വീട് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് എന്താണോ നമ്മളെ കയ്യിലുള്ളത് അതൊക്കെ ഏറ്റവും നീറ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരു ഗസ്റ്റ് വരും എന്നുള്ള തോന്നലായിരിക്കും, ഒരു ഗസ്റ്റ് വരാൻ പോകുന്നുണ്ട് എന്നുള്ള തോന്നൽ, ഗസ്റ്റ് ഉണ്ട് എന്നുള്ള തോന്നൽ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളെ വീട്ടിലത്തെ ഗസ്റ്റ് നമ്മളാണെന്നങ്ങ് വിശ്വസിക്കുക. അതാണ് വേണ്ടത്. ഫസ്റ്റ് നമ്മളെ വീട്ടിലത്തെ ചീഫ് ഗസ്റ്റും നമ്മൾ തന്നെയാണെന്നങ്ങ് നമ്മളങ്ങ് മനസ്സിലാക്കുക. അതാണ് വേണ്ടത്. അപ്പം നമുക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് വീട് കൊണ്ടു നടക്കാൻ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇത്രയും നല്ല ബെഡ്ഷീറ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അള്ളെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ നാളേക്ക് വെക്കാതെ ഇന്ന് തന്നെ അത് യൂസ് ചെയ്യുക. പക്ഷെ അത് നന്നായിട്ട് യൂസ് ചെയ്യണം, നന്നായിട്ട് കൊണ്ടു നടക്കണം. നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയിലല്ലാതെ വളരെ നീറ്റായിട്ട് തന്നെ അത് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്തിനാ വെറുതെ അലമാരിയിൽ ഇങ്ങനെ വെച്ച് പൂട്ടി വെക്കുന്നത് എപ്പോഴെങ്കിലും വരുന്നൊരു ഗസ്റ്റിന് വേണ്ടിയിട്ട്? അതുകൊണ്ട് നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. ആ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുക. ഇൻഷാ അല്ലാഹ് അത് പാത്രങ്ങളായിക്കോട്ടെ, ഏറ്റവും നല്ല പാത്രം യൂസ് ചെയ്യുക, ഏറ്റവും നല്ല പ്ലേറ്റ് യൂസ് ചെയ്യുക, ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുക, ഏറ്റവും നല്ല ടേബിൾ മാറ്റുകൾ ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ബെഡ്ഷീറ്റ് മാത്രമല്ല ഡ്രസ്സായാലും മറ്റെന്ത് കാര്യങ്ങളായാലും നമ്മൾ ഏറ്റവും നല്ല എന്താണോ ഉള്ളത് അത് യൂസ് ചെയ്യുക. പിന്നീടുള്ള കാര്യമല്ലേ, അത് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും വന്നു ചേരും. നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ കൈകളിലേക്ക് വീണ്ടും അത് വന്നു ചേരുക തന്നെ ചെയ്യും, പുതിയത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ, നല്ല സമാധാനപരമായ ലൈഫ് ഉണ്ടാകട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥനയിലുള്ളതാണ്. അതിലെ നമുക്ക് എന്താ പറയുക, കാണുമ്പോൾ ഒരു സന്തോഷം, മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ, സമാധാനം കാണുമ്പോൾ, അതല്ല നമ്മളെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ രാവിലത്തെ ചായയൊക്കെ കുടിച്ചപ്പോൾ ഒരു നല്ല സാഫ്രോൺ ടീയൊക്കെ അതും കുടിച്ചു, എഗ്ഗ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ചെടിക്ക് വെള്ളമൊഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാഷാ അല്ലാഹ് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. കാരണം കുറേ ദിവസത്തിന് ശേഷം ഇന്ന് നല്ല വെയിലുണ്ട്, നല്ല നാച്ചുറൽ ലൈറ്റ് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ 2-3 വീഡിയോസ് എന്താ പറയുക, ഒരു നാച്ചുറൽ ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള കറണ്ട് പോക്കും, അന്നേരം നമ്മൾ വിചാരിച്ച രീതിയിൽ ആ ഒരു സ്പോട്ടിലെ ലൈറ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വീഡിയോസ് നമുക്ക് കിട്ടലില്ല.
അപ്പോൾ ഇന്ന് നല്ല ഒരു വെയിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഇന്നൊരു നല്ലൊരു സ്പെഷ്യൽ ഒരു ചിക്കൻ ഗ്രേവി ഉണ്ട്. കുരുമുളകിട്ടിട്ട് വറ്റിച്ചെടുക്കുന്ന ഒരു ചിക്കൻ പാൽ കറിയാണ് ഇത്. നെയ്ച്ചോറിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. പിന്നെ ആപ്പം, പിന്നെ നമ്മൾ നീർദോശ പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ല, നമ്മുടെ നാട്ടിലത്തെ നീർദോശ, ഇതൊക്കെ ഭയങ്കര രസമായിരിക്കും. പ്രത്യേകിച്ചൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഗ്രേവി ഉണ്ടായാൽ ഉഷാറായിരിക്കും ആ ഒരു പാർട്ടി. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വലിയ സൈസ് ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി ഇട്ടിട്ടുണ്ട്, ഒരു ഉള്ളി കുറച്ച് വലുത്. അതിൻ്റെ കൂടെ ഒരു 5-6 ചെറിയുള്ളി ചതച്ചതും ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് കുറച്ച് ഒന്ന് ഷാലോ ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില തേങ്ങാപ്പാലിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞളും കുറച്ചധികം കുരുമുളകും കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കണം. അതിനുശേഷം ഒരു 3/4 കിലോ ചിക്കൻ ചേർക്കുന്നുണ്ട്. കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുക. തേങ്ങാപ്പാൽ കറിയാണ്, ഉപ്പ് കുറച്ചിട്ടാൽ മതി, ബാക്കി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, എന്നിട്ടേ ഇടാൻ പാടുള്ളൂ. തേങ്ങാപ്പാൽ കറിയിലേക്ക് പെട്ടെന്ന് ഉപ്പ് പിടിക്കും. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയതിന് ശേഷം അത് ഒരു 4-4.5 മിനിറ്റോളം, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് അടച്ച് വെക്കുക. അപ്പോഴേക്കും ഒരു വിധം അത് വെന്തിട്ടുണ്ടാവും. തക്കാളി ഇതുവരെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിക്കന് വെന്ത് വരും. തക്കാളി ഇട്ട് കഴിഞ്ഞാലാണ് വേവാൻ കുറച്ച് താമസിക്കുക. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഒരുവിധം വെന്തിട്ടുണ്ട് ചിക്കന്. അതിന് ശേഷം അടപ്പ് തുറന്നിട്ട് തക്കാളി വട്ടത്തിൽ മുറിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് മുഴുവനായിട്ടുള്ളത് അതും ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നല്ല കുറുകിയ തേങ്ങാപ്പാൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് അത്രയും കുറുകിയ തേങ്ങാപ്പാലാണ്, അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് 1.5 തേങ്ങേൻ്റെയൊക്കെ പാല് 1 കപ്പാക്കിയിട്ട് ചേർത്താൽ മതി. ഓക്കെ, ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്ന ഇയാളുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റുമാണ്, അത്രയും നല്ല, നമ്മളെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഇല എന്നാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. ഈ ഇല ഉണ്ടെങ്കിൽ കഴിയുന്നതും യൂസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 8 മിനിറ്റോളം അങ്ങനെ തന്നെ അടച്ചു വെക്കുക. അപ്പോൾ പിന്നെ ഇത് മൂടി തുറക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ വറ്റി വരകി കുറുകി നിന്നിട്ടുണ്ടാവും. ഇപ്പോൾ അത് ഓക്കെയാണ്. ഈ ഒരു സമയത്ത് കുറച്ചും കൂടി കുരുമുളകും ഒരല്പം കൂടി ഗരം മസാല ഇട്ടിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ റെഡിയായി. ഓക്കെ, ആ ഒരു ഇല ഇല്ലെങ്കിൽ നമുക്ക് മല്ലിയില യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെയ്ച്ചോറാണേ. നെയ്ച്ചോറ് പിന്നെ സാധാരണ അറിയാമല്ലോ. നമ്മൾ റെസിപ്പി പലപ്പോഴും പിന്നെ എത്ര നോക്കിയിട്ടും മറ്റൊന്നിൽ കാണാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. പല റെസിപ്പീസും കാണാത്തത് നമ്മൾ ഓൺ റെസിപ്പി ആയതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ നേരം. ഇനി നിങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിലൊക്കെ വരുമ്പോൾ ഇനി നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഭയങ്കര എളുപ്പമല്ലേ ഈ ഒരു കറി, ഒരു പണിയില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നെയ്ച്ചോറും ഈ ഒരു ഗ്രേവിയും പിന്നെ ഇതിൻ്റെ കൂടെ
ഇപ്പോൾ പൊറോട്ടയോ അല്ലെങ്കിൽ കുറച്ച് പൊറോട്ട അതിൻ്റെ കൂടെ കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 2-3 ഐറ്റം പെട്ടെന്ന് തന്നെ റെഡിയാവും. കുറച്ച് ചിക്കനും കൂടി പൊരിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അതിന് നെയ്ച്ചോറിൻ്റെ ഒരു കറിയും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേഗം ഐഡിൻ്റെ പൊറോട്ടയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പൊറോട്ടയായി. അപ്പോൾ 2 ഐറ്റം ആയല്ലോ. പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ ചെമ്മീൻ ഉലർത്തിയതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗംഭീര ഡിന്നറൊക്കെ ആയി, അല്ലെങ്കിൽ ലഞ്ചൊക്കെ ആയി. നിങ്ങളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വലിയ എന്തോ സംഭവമാണ് കുക്കിംഗ് എന്നുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ളവരാണെങ്കിൽ അതിനേക്കാളും വലിയ എളുപ്പവും സന്തോഷവും തരുന്ന മറ്റൊരു കാര്യവും ഇല്ല. ഓക്കെ, ഒരുപാട് കുട്ടികളെ മെസ്സേജുകൾ വരാറുണ്ട്, വിളിക്കാറുണ്ട്. അതുകൊണ്ടാണേ പറഞ്ഞത്. അപ്പോൾ നമ്മളെ കുക്കിംഗ് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ സിങ്ക് വൃത്തിയാക്കണം, നമ്മളെ പാത്രം വൃത്തിയാക്കണം. സിങ്ക് വൃത്തിയാക്കുമ്പോൾ ഞാൻ കൂടുതലും ജിഫാണ് ഇടാറുള്ളത്. ജിഫിട്ട് നന്നായിട്ട് കഴുകുക. അതിനുശേഷം നമ്മളെ നാട്ടിലത്തെ ജിഫ് ഓക്കെ കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കാരിഫോർന്ന് ദുബൈയിൽ നിന്ന് വാങ്ങുന്ന ജിഫ് വേറെ തന്നെ ഒരു ക്രീമി ആയിട്ട് നല്ല സ്മെല്ലുമായിട്ട് അത്രയും നല്ലതാണ്. അപ്പോൾ അതാണ് എനിക്കിഷ്ടം. പക്ഷേ കൊണ്ടുവരാൻ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാൻ കഴിയാറില്ല. അതാ പ്രശ്നം. എപ്പോഴും കഴുകി കഴിഞ്ഞാൽ ജിഫിൻ്റെ ആ ഒരു ഫോം ഇട്ടിട്ട് ഒന്ന് തുണിയെടുത്ത് തുടക്കവും കൂടി ചെയ്യുമ്പോഴാണ് സിങ്ക് ഒരു പ്രത്യേക ഒരു ക്ലീനായിട്ട് വരിക. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞു. ഇനി വൈറ്റ് കിച്ചണിൽ കുറച്ച് പണിയുണ്ട്. കുറച്ച് മസാലകളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു. ഇങ്ങനത്തെ ബോക്സുകൾ, ഇത്തരം ബോക്സുകൾ നല്ലതാണ്. ഒരുപാട് സ്റ്റോർ ചെയ്യാൻ പറ്റും. നല്ല സ്റ്റോറേജ് ബോക്സാണ്. ഗിഫ്റ്റ് മാർക്കറ്റിലൊക്കെ നല്ല ഭംഗിയുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വലിയ വലിയ ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങുന്നതിനേക്കാളും നല്ല കളർ കോമ്പിനേഷനിലും നല്ല ഭംഗിയിലുള്ളത് ഗിഫ്റ്റ് മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഐറ്റംസ് ഞാൻ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നേ വാങ്ങലുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോപ്പാണത്. എല്ലാം ഒന്നും വാങ്ങാൻ കുട്ടികളോ ഹസ്ബൻഡൊന്നും സമ്മതിക്കില്ല. പക്ഷേ നമുക്കിഷ്ടപ്പെട്ട ചില ഐറ്റംസ് ഉണ്ട്, നാട്ടിലൊന്നും അങ്ങനെ കാണാത്തോ കിട്ടാത്തോ. അതിൽ മെയിനായിട്ടൊന്നാണ് ഈ പാർട്ടിയിൽ യൂസ് ചെയ്യുന്ന ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ, പിന്നെ ക്ലീനിങ് പ്രോഡക്റ്റ്, പിന്നെന്താ പറയുക, മെയിനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ കിട്ടില്ല. പെട്ടെന്നൊന്നും നാട്ടിൽ നിന്ന് കിട്ടില്ല. നാട്ടിൽ കിട്ടാത്തൊന്നുമില്ല, എന്നാലും നാട്ടിൽ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത്തരം ഈ ക്ലീനിങ് ഐറ്റംസൊക്കെ എനിക്ക് എപ്പോഴും പണ്ട് മുതലേ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബ്ലൂ കിച്ചണിൽ ടൈല് ക്ലീൻ ചെയ്യാനുണ്ട്. എന്നോട് കുറച്ച് പേര് ആരൊക്കെയോ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടൈല് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഈ ഒരു ക്ലീൻ ചെയ്യുന്ന ഈ ഒരു സെറ്റ് ചൈനയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ലൊരു സംഭവമാണിത്. ഇതിലൊരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ വണ്ടി കഴുകൽ മുതൽ നമ്മളെ മുറ്റം കഴുകൽ മുതൽ ടൈല് കഴുകൽ മുതൽ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലോയലിൻ്റെ ഈ ഒരു ബ്ലാക്ക് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ടൈലിലേക്ക് അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നതാണ്. അത് കൈ കൊണ്ട് ഉരക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പമാണ്. ഇത് ഇങ്ങനെ കയ്യിലാടെ പിടിക്കുകയല്ലേ വേണ്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ക്ലീനാക്കാൻ പറ്റും, നന്നായിട്ട് ക്ലീനാവും. നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല. എങ്ങനെയായാലും നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറികൾ പിന്നെ എന്തെങ്കിലുമൊക്കെ തെറിച്ചിട്ടും ചിലപ്പോൾ കുക്കറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പറ്റിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആവണമെങ്കിൽ ഈ ലോയലിൻ്റെ ബ്ലാക്ക് ഉപയോഗിച്ചാൽ നന്നായിട്ട് ക്ലീൻ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് വൈപ്പ് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും ജിഫിൻ്റെ ഒരു ലിക്വിഡ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഈ ഒരു ബ്രഷ് വെച്ച് ഈ ഒരു സംഭവം വെച്ച്
ഗ്യാസ് അടുപ്പും അതുപോലെ ഹോബും പിന്നെ നമ്മളെ ചിമ്മിണികളും ഒക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഫുഡ് നന്നായിട്ട് ക്ലീൻ ആവും. പിന്നെ ചിലപ്പോൾ ഷോക്കടിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് വിചാരിച്ചിട്ട് പിന്നെ അത് നമ്മൾ ഡയറക്റ്റ് തുണി കൊണ്ട് ചെയ്യണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സേഫുമാണ്. പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു സ്പോഞ്ച് അതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഈ ഒരു പിന്നെ തുണിയാണ് ഇതിൽ ഒരു ക്യാപ്പ് പോലെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ തുടച്ചെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മളത് വാഷ് ചെയ്താൽ മതി. നന്നായി ക്ലീൻ ആയില്ല. നല്ലൊരു എത്രത്തോളം അത് വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അത്രയും ക്ലീനാണ്. വേഗം ക്ലീനാവും. പിന്നെ നല്ല തിളച്ച വെള്ളത്തിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നല്ലതാണ്. കുറേ മട്ടനും ബീഫൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചുമരിലെല്ലാം തെറിക്കും നന്നായിട്ട്. നമ്മളത് അത്രമാത്രം ശ്രദ്ധിക്കണം എന്നില്ല. ഒന്ന് തുണിയെടുത്ത് തുടക്കുക ചെയ്യുക. പക്ഷേ ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ട് നമ്മൾ നന്നായിട്ട് നമ്മളെ കിച്ചണ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. പറ്റാവുന്ന ഏതെങ്കിലുമൊക്കെ ബ്രഷ് കൊണ്ടൊക്കെ. പ്രത്യേകിച്ച് മാറ്റ് ഫിനിഷ് ടൈലായതുകൊണ്ട് ക്ലീൻ ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്ന മാറ്റ് ഫിനിഷാണ്. പിന്നെ നല്ല ടൈലുകളാണ്, വേഗം ക്ലീൻ ആവും. അപ്പോൾ അത് കഴിഞ്ഞു. ഒരു അച്ചാറിൻ്റെ പണിയൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു നാരങ്ങ അച്ചാറാണ്. മുളക് പൊടിയോ പിന്നെ അച്ചാർ മസാലകളോ അല്ലെങ്കിൽ അധികം വിനീഗറോ ഒന്നും ഇല്ലാത്ത നല്ലൊരു അച്ചാറാണ്. പിന്നീട് ഒരിക്കൽ കാണിക്കാം. അപ്പോൾ മുറ്റത്തിറങ്ങി വൈകുന്നേരമായി. നല്ല എന്താ പറയുക, ഈ സൗണ്ടുകളൊക്കെ ഭയങ്കര രസമല്ലേ മുറ്റത്ത്, ചില ചെറിയ ചെറിയ പ്രാണീൻ്റെ പക്ഷീൻ്റെ ഒക്കെ. അപ്പോൾ മഴയില്ലാത്ത സമയത്ത് മുറ്റത്തൊക്കെ ഇറങ്ങാൻ നല്ല രസം വൈകുന്നേരം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.